കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്നപ്പോൾ കുരിശിന്റെ വഴിക്ക് ഒരു സഹോദരനെ കണ്ടു. ഡോക്ടറാണ്. കൂടെ വന്നിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞായറാഴ്ചയും ഇന്നും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറാണ്. നിങ്ങളുടെ അടുത്തേക്കായിരിക്കുക. ഇനി ഡോക്ടർ എന്നാ മരുന്ന് എഴുതിയിട്ട് പോവല്ല ചെയ്തത്. കുരിശിന്റെ വഴിയിൽ ഞാൻ നോക്കുമ്പോൾ അവിടെയുണ്ട് നമ്മുടെ വീട്ടിലെ സ്വന്തം ആളായിട്ട്, നമ്മുടെ സഹോദരനായിട്ട് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി സഹകാർമ്മികനായിരുന്നു. വചന സന്ദേശത്തിൽ പീസ് ഹോമിന്റെ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായി സാമ്പത്തിക സഹായം നൽകി പിന്തുണച്ച ഉപകാരികളോടും ആത്മാർത്ഥമായി രോഗികളെ ശുശ്രൂഷിച്ച സന്നദ്ധ സേവകരോടും തൃശൂർ അതിരൂപതയുടെ കടപ്പാടും നന്ദിയും മാർ ടോണി നീലങ്കാവിൽ പിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. 18, 17, 15 വർഷങ്ങളായി പീസ് ഹോമിൽ സേവനം ചെയ്തു വരുന്നവരുടെ പ്രതിനിധികളായി ഷീജൻ, ഡോക്ടർ ആൻജോ, ഷീല, റോസാമിനി എന്നിവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങളും വിശ്വാസ സാക്ഷ്യങ്ങളും പങ്കുവച്ചത് പ്രചോദനമായി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പീസ് ഹോമിലെ അന്തേവാസികളായ മഞ്ജു, ജോണി എന്നിവരെ മാർ ടോണി നീലങ്കാവിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജോസഫ് വാഴപ്പള്ളിയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു. തുടർന്ന് സ്നേഹവിരുന്നും കഴിച്ച് ഉപഹാരികളും ശുശ്രൂഷകരും രോഗികളോടൊപ്പം സമയം ചെലവഴിച്ച് സ്നേഹവും കരുതലും പങ്കുവെക്കുകയും ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ജോസഫീന, സിസ്റ്റർ ലിജി, സിസ്റ്റർ ഷീല, സിസ്റ്റർ സിമി എന്നിവർ നേതൃത്വം നൽകി.